ലോകത്തെ എണ്ണ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് അയക്കുന്ന ക്രൂഡ് ഓയിലിന്റെ കൃത്യമായ അളവിനി പുറത്തുവിടില്ല എന്ന റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, ഇത് സാധാരണമായ ഒരു വ്യാപാര തീരുമാനം മാത്രമല്ല, ഇത് ലോക എനർജി ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. റഷ്യ ഈ തീരുമാനം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായി വർദ്ധിക്കുന്നത്? അമേരിക്ക എന്തുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേക ഇളവ് നൽകി? മറ്റെല്ലാത്തിനും മുകളിൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞത് ലോക എണ്ണ വിപണിയെ എങ്ങനെ ബാധിക്കും? ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. റഷ്യയുടെ ഔദ്യോഗിക വക്താവ് ദിമിത്രി പെസ്കോവ് ഒരു നിർണായക പ്രഖ്യാപനമാണ് നടത്തിയത്. ഇനി മുതൽ ഇന്ത്യയിലേക്ക് അയക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടില്ല എന്നതാണ് ആ കാര്യം. ഇതിന് കാരണമായി എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ? വളരെ അധികം ഇൽ വിഷേഴ്സ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തുവിടാത്തത് എന്നതാണ്. അതായത് റഷ്യയുടെ ഊർജ്ജ വ്യാപാര വിവരങ്ങൾ പുറത്തു വന്നാൽ അത് ചില രാജ്യങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. ഈ പ്രഖ്യാപനം വന്നത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ടിന് പിന്നാലെയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യ ഒരാഴ്ചയിൽ 22 മില്യൺ ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് അയക്കുമെന്നായിരുന്നു. പക്ഷേ ഈ കണക്കുകൾ സ്ഥിരീകരിക്കാൻ റഷ്യ തയ്യാറായില്ല. ഇതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. റഷ്യ ഇന്ത്യക്കും ചൈനയ്ക്കും കൂടുതൽ എണ്ണ വിതരണം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണത്. ഇത് പ്രഖ്യാപിച്ചത് റഷ്യയുടെ ഉപമുഖ്യമന്ത്രി അലക്സാണ്ടർ നൊവാക് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ലോക എനർജി മാർക്കറ്റിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും കൂടുതൽ എണ്ണ നൽകാൻ റഷ്യ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആഗോള വിപണിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഈ രണ്ട് വലിയ രാജ്യങ്ങളിലേക്ക് വിതരണത്തിൽ തടസ്സം വരില്ല എന്നതാണ് റഷ്യ നൽകുന്ന ഉറപ്പ്. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ, അതിനു പിന്നാലെ ഇറാന്റെ തിരിച്ചടി, ഇതെല്ലാം ചേർന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കടൽപാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പ്രായോഗികമായി അടഞ്ഞ നിലയിലേക്കാണ് പോയത്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണയും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇത് അടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എണ്ണ വിതരണത്തിൽ വലിയ അനിശ്ചിതത്വം, ലോക വിപണിയിൽ വില വർധന, ഊർജ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ആശങ്ക. ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യയുമായുള്ള എനർജി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യ പറയുന്നത് വളരെ വ്യക്തമാണ്. പ്രാദേശിക അസ്ഥിരതയുണ്ടായാലും ഇന്ത്യയിലേക്ക് എണ്ണ വിതരണം നിർത്താതെ തന്നെ തുടരും എന്ന ഉറപ്പാണ് റഷ്യ വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കഥയിൽ പ്രധാനമായി മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്, അമേരിക്ക. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് നേരത്തെ പല രാജ്യങ്ങൾക്കും വിലക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു പ്രത്യേക തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 30 ദിവസത്തിനുള്ളിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുവദിച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവ് നമ്മുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്? ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്കും പ്രധാനമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷവും റഷ്യക്കെതിരായ ഉപരോധങ്ങളും ഇന്ത്യയുടെ ആവശ്യങ്ങളും ഇവയെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. ഈ മുഴുവൻ സംഭവ വികാസങ്ങൾ നമുക്കൊരു വലിയ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. റഷ്യ തന്റെ എണ്ണ വ്യാപാര വിവരങ്ങൾ രഹസ്യമാക്കുന്നു. ഇന്ത്യയും ചൈനയും റഷ്യയുടെ പ്രധാന ഊർജ്ജ പങ്കാളികളായി വളർന്നു വരുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലോക എണ്ണ വിതരണത്തെ ബാധിക്കുന്നു. അമേരിക്ക പോലും ഇന്ത്യക്ക് പ്രത്യേക ഇളവ് നൽകേണ്ട അവസ്ഥയിൽ എത്തുന്നു. അതിനാൽ ഇന്ന് ലോകത്തിലെ എനർജി രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ സൂക്ഷ്മമായി റഷ്യയുമായുള്ള എനർജി ബന്ധവും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന ബന്ധവും രണ്ടും ഒരുപോലെ നിലനിർത്തി പോവുകയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ബാലൻസിംഗ് എന്നും പറയുന്നത്.